ഗുഡ് മോർണിംഗ് സർ. സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് മോർണിംഗ്. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഓക്കെ. എനിക്ക് ഇവിടെ എന്റെ സ്ക്രീൻ ഗുഡ് മോർണിംഗ് സാറിന്റെ സ്ക്രീൻ തിരിഞ്ഞായിരിക്കുന്നേ. തിരിഞ്ഞായിരിക്കുന്നേ. അപ്പൊ ശരിയായി. ഓക്കെ. അതെ. ഓക്കെ. അപ്പൊ ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നമ്മുടെ വിംബിളിന്റെ മോർണിംഗ് സർക്കിളിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഫൈസൽ വടകര. ഞാനിപ്പോ ഇവിടെ ദുബായിലാണ്. 5-മത്തെയോ 6-മത്തെയോ ക്ലാസ് ആണെന്ന് മോർണിംഗ് സർക്കിളിൽ എടുക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോ ഇന്നത്തെ നമ്മുടെ വിഷയം നോട്ട് ചെയ്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. എന്തായിരുന്നു നമ്മളെ വിഷയം എന്ന് നോട്ട് ചെയ്തിട്ടുണ്ടോ? Be different from others. അതെ, താങ്ക് യു. ബി ഡിഫറെന്റ് ഫ്രം അതേഴ്സ് എന്നുള്ളതാണ് നമ്മുടെ വിഷയം. എന്റെ സ്ക്രീൻ ഇപ്പൊ വീണ്ടും പോയോ? പോയില്ലേ? കുറച്ചു നേരം എന്തോ പ്രശ്നമുണ്ട്. എനിക്ക് ഇതിന്റെ സെറ്റിംഗ്സിൽ കയറിയിട്ടാണ് നിൽക്കുന്നത്. ഓഫ് ചെയ്യാനും പറ്റുന്നില്ല. ക്യാൻസൽ ഒക്കെ ഞാൻ കൊടുത്തു എന്നിട്ടാവുന്നില്ല. ഓക്കെ, ഇപ്പൊ ശരിയായിട്ടുണ്ടോ? ഇപ്പൊ ശരിയാണ്. ഓക്കെ ആണല്ലോ. എനിക്ക് മറ്റു ആൾക്കാരെ ചാറ്റ് ചെയ്യുന്നൊന്നും കാണാൻ പറ്റുന്നില്ല. ഓക്കെ, വീഡിയോ സെറ്റിംഗ്സിലാണ് കയറി കിടക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ബി ഡിഫറെന്റ് ഫ്രം അതേഴ്സ് എന്നുള്ളതാണ്. നമ്മൾ മറ്റുള്ളവരിൽ നിന്നും എങ്ങനെ വ്യത്യസ്തനാവാം, നമുക്ക് സ്വന്തമായി എങ്ങനെ ഒരു വ്യത്യസ്തതയുള്ള വ്യക്തിയാവാം എന്നുള്ളതാണ് അല്ലേ. നമ്മൾ വ്യത്യസ്തരാണല്ലേ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ അതിരാവില്ല ഇങ്ങനെ ഒത്തുകൂടില്ലായിരുന്നു മോർണിംഗ് സർക്കിൾ എന്നും പറഞ്ഞുകൊണ്ട്. നമ്മളെല്ലാവരും വളരെ വ്യത്യസ്തരായ ആളുകളാണ്. ഇന്ന് രാവിലെ തന്നെ ഇവിടെ ഇപ്പൊ 4 മണിയാണ്, 3:30 തന്നെ നമ്മളെ സജിന മാം വാട്സപ്പ് റിംഗ് ഒക്കെ ചെയ്തു. ആ റിംഗ് കേട്ടാണ് ഞാൻ എഴുന്നേറ്റത്. ഇന്നലെ വൈകിട്ടാണ് ഉറങ്ങിയത്. ഇന്നലെ ഇവിടെ ഒരു പരിപാടിയിലുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 1 മണിയായി ഉറങ്ങുമ്പോൾ. ഇപ്പൊ 3:30 എഴുന്നേൽക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ വ്യത്യസ്തരാണ് എന്തായാലും, തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളെങ്ങനെ വ്യത്യസ്തരാകാം എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ വിജയികളെല്ലാം തന്നെ വ്യത്യസ്തമായ കാര്യങ്ങളല്ല ചെയ്യുന്നത്. അവർ കാര്യങ്ങൾ വ്യത്യസ്തമായി ചെയ്യുകയാണ് അല്ലേ. വിന്നേഴ്സ് ഡോണ്ട് ഡു ഡിഫറെന്റ് തിങ്സ്, ദേ ഡു തിങ്സ് ഡിഫറെന്റ്ലി. അവർ കാര്യങ്ങൾ വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെ കാര്യങ്ങൾ വ്യത്യസ്തമായി ചെയ്തുകൊണ്ട് വ്യത്യസ്തമായ വ്യക്തിത്വം നേടാം എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. അതിനായിട്ടുള്ള ഒരു 4 പോയിന്റാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവരും റെഡിയല്ലേ? എല്ലാവരും ഉണ്ടല്ലോ? എത്ര പേരുണ്ടെന്നൊന്നും കാണാൻ പറ്റുന്നില്ല. സ്ക്രീന് വീണ്ടും പോകും, അതുകൊണ്ട് ഞാനത് നോക്കുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യമായിട്ടൊരു ചെറിയൊരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം അല്ലേ. സ്റ്റോറി എപ്പോഴും നല്ലതാണല്ലോ. അപ്പോ ഒരു സാമുറായിന്റെ കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഒരു സാമുറായി, അയാൾ അത്യാവശ്യം നല്ല സ്കില്ലും കാര്യങ്ങളൊക്കെ നേടിയ ഒരാളാണ്. അയാൾക്ക് അത്യാവശ്യം ഒരു യോദ്ധാവ്, കലയിൽ പ്രാവീണ്യം നേടിയിട്ടുണ്ട്. എന്നാലും അയാൾ മറ്റുള്ളവരുമായിട്ട് എപ്പോഴും ഇങ്ങനെ താരതമ്യം ചെയ്യും. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഞാൻ അത്ര കഴിവുള്ള ആളൊന്നുമല്ല,
അയാൾക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്, ഭയങ്കര ഓവർ തിങ്കിങ് ആണ് എപ്പോഴും. എപ്പോഴും ഇങ്ങനെ ഓവർ തിങ്കിങ് കാരണം അയാളെ വിചാരിക്കും, ഞാൻ അത്ര കഴിവൊന്നുള്ള ആളല്ല, മറ്റുള്ള യോദ്ധാക്കളെ പോലെ എനിക്ക് അത്ര കഴിവും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിച്ച് അയാള് ഹാപ്പി അല്ല, അയാളെ മൂഡ് ശരിയല്ല ഇങ്ങനെ തിങ്ക് ചെയ്ത് ഓവർ തിങ്കിങ്. ഇത് ഒഴിവാക്കാനായിട്ട് അയാളൊരു സന്യാസിയെ സമീപിച്ചു. ആ സന്യാസിയുടെ അടുത്ത് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ പറയാനായിട്ട്. അപ്പൊ ആ സന്യാസി എല്ലാം തന്നെ വളരെ കൂളായിട്ട് ഇരുന്ന് കേട്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ വളരെ പുഞ്ചിരിയോടുകൂടി എല്ലാ കാര്യങ്ങളെയും നേരിട്ട് എല്ലാവർക്കും ഇതിന്റെ സൊല്യൂഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരു ഗുരു. അപ്പോ നമ്മുടെ ആളും അയാളുടെ ഓവർ തിങ്കിങ് പ്രശ്നം പരിഹരിക്കാനായിട്ട് സന്യാസിയെ കണ്ടു. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ തീരെ ഹാപ്പി അല്ല, എനിക്കധികം കഴിവുകളൊന്നുമില്ല എന്നൊക്കെ അയാൾ ഇങ്ങനെ സന്യാസിയോട് പറഞ്ഞു. സന്യാസിനെ കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ ആ സദസ്സിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? Yes, sir. Correct. ഓക്കെ. അപ്പോ ഈ സന്യാസിയെ കാണാൻ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. നമ്മുടെ ഇയാളും പിന്നെ കണ്ടു ഇയാളെ. അപ്പൊ പറഞ്ഞു, സന്യാസി പറഞ്ഞു, ഞാൻ ഇന്ന് എന്നെ കാണാൻ ഒരുപാട് ആളുകളുണ്ട്, അപ്പൊ ഇവരെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങളുടെ ഈ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം നിർദ്ദേശിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഇയാള് അങ്ങനെ സന്യാസിന്റെ സ്ഥലത്തുള്ള ഗാർഡനിൽ ഇങ്ങനെ വിശ്രമിക്കുകയാണ്. ഒരുപാട് ആളുകൾ അയാളെ കാണുന്നുണ്ട്. കണ്ടുകൊണ്ട് അവസാനം രാത്രിയായി. അപ്പോ എല്ലാവരും പോയി കഴിഞ്ഞു. അപ്പൊ അയാള് സന്യാസി സമീപിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി എനിക്ക് എൻ്റെ ചോദ്യത്തിനുള്ള പ്രശ്നത്തിനുള്ള പരിഹാരം തന്നൂടെ? കുറെ എല്ലാവരും പോയില്ലേ, ഇനി ആരും ഇല്ലല്ലോ. സന്യാസി പറഞ്ഞു, വാ നമുക്കൊന്ന് പുറത്ത് ഇറങ്ങി നടക്കാന്ന് പറഞ്ഞു. അപ്പൊ ഒന്ന് പുറത്തിറങ്ങി. അപ്പോ അവിടെ ഇങ്ങനെ ചന്ദ്രൻ ഫുൾ മൂണിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്, പ്രകാശം ചുരിഞ്ഞുകൊണ്ട്. ചന്ദ്രൻ ആ പ്രകാശത്തിൽ ഇങ്ങനെ മരങ്ങളെല്ലാം തന്നെ വെട്ടി ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഫുൾ മൂൺ ദിവസമാണ്. സന്യാസി പറഞ്ഞു, എന്ത് രസമാണ് ഈ മൂണ് കാണാൻ വേണ്ടിയിട്ട് അല്ലേ, അതിന്റെ പ്രകാശത്തിൽ ഇങ്ങനെ നമുക്ക് ഒരുപാട് പ്രകാശം കിട്ടുന്നുണ്ട്. നമ്മളൊന്ന് സൂര്യനെ പറ്റി ആലോചിച്ച് നോക്കൂ. സൂര്യൻ ചന്ദ്രനേക്കാൾ എത്ര പ്രകാശം തിളങ്ങി നിൽക്കുന്ന, നമുക്ക് ഒരുപാട് പ്രകാശം തരുന്ന, നമുക്കെല്ലാം കാണാൻ കഴിയുന്ന, എല്ലാത്തിൻ്റെയും ഭംഗിയൊക്കെ ആസ്വദിക്കാൻ കഴിയുന്നത് സൂര്യന്റെ പ്രകാശം ഉള്ളതുകൊണ്ടാണ് അല്ലേ? സൂര്യൻ ചന്ദ്രനേക്കാൾ എത്രയോ മടങ്ങ് തിളങ്ങുന്ന ഇതാണ്. പക്ഷെ എപ്പോഴെങ്കിലും ഈ ചന്ദ്രൻ പരാതി പറഞ്ഞിട്ടുണ്ടോ? എന്ത്, എനിക്ക് സൂര്യന്റെ അത്രയും പ്രകാശവും തിളക്കമൊന്നുമില്ല എന്നിങ്ങനെ പരാതി ഒന്നും ചന്ദ്രൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ സമുറായി പറഞ്ഞു, ഇല്ല, അതൊരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ചന്ദ്രനും സൂര്യനും രണ്ടും രണ്ടാണ്. ഒന്ന് അതിന്റെ കർമ്മം ശരിയായി നിർവഹിക്കുന്നുണ്ട്, സൂര്യൻ അതിന്റെ കർമ്മം ശരിയായി നിർവഹിക്കുന്നുണ്ട്. അത് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റില്ല. അപ്പോ ഗുരു പറഞ്ഞു, അവിടെയാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെ കണ്ടെത്തി. ഇതാണ് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം. നമ്മള് ഓരോ വ്യക്തിയും ഈ ലോകത്ത് വ്യത്യസ്തരാണ്. എന്തെങ്കിലും ഒരു വ്യത്യസ്തതയില്ലാതെ ആരും ജനിക്കുന്നില്ല. ഒരു ഇല പോലും, ഇവിടെ ഒരു ഇലയുടെ കോടാനുകോടി മരങ്ങളൊക്കെ ഉണ്ട് അല്ലെ, അതിലോരോ ഇലകൾ പോലും കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ, DNA ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതും ഒന്നൊന്നിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പൊ നമ്മൾ ഈ ലോകത്തേക്ക് വന്നിരിക്കുന്നത് വ്യത്യസ്തതയുള്ളവരായിട്ടാണ്. നമ്മുടെ കഴിവുകൾ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അപ്പൊ അതാണ് നമ്മുടെ ഈ കഥയുടെ
പാഠം. അപ്പോ നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് ഇങ്ങനെ വ്യത്യസ്തതയുള്ളവരാകാൻ നമുക്ക് എല്ലാവർക്കും വ്യത്യസ്തമുള്ളവരാവണ്ടേ അല്ലേ? തീർച്ചയായിട്ടും ആവണം. അപ്പോ അതെ, അങ്ങനെ നമ്മള് വ്യത്യസ്തത കാര്യങ്ങൾ നമുക്ക് നമ്മളിപ്പോ വർക്ക് ചെയ്യുന്നതും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതുമായ ഏത് ഫീൽഡിലായിക്കോട്ടെ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ തൊഴിൽ പരമായ മേഖലകളിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഓരോ കാര്യത്തിലും നമ്മുടേതായ ഒരു കയ്യൊപ്പ് നമ്മൾ ചാർത്തുക എന്നത് വളരെ വലിയ കാര്യമാണ്. നമ്മളെ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫൈസൽ സാറിന്റെ വീഡിയോ എല്ലാം പറയുന്ന പോലെ നമ്മൾ ഓരോരുത്തരെയും നേരിടുമ്പോൾ അവർക്ക് എന്താണ് ആവശ്യമെന്ന് നോക്കി പെരുമാറാനും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ ആ ഒരു രീതിയിൽ പെരുമാറുക എന്നുള്ളത് വളരെ വലിയ കാര്യമാണ് അല്ലേ? അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ നമ്മുടേതായ കയ്യൊപ്പ് ചാർത്തിക്കൊണ്ട് നമ്മൾ നമ്മുടെ വ്യക്തിത്വം രൂപപ്പെടുത്തിയെടുക്കണം. അതിനായിട്ട് ആദ്യമായി പറയുന്ന പോയിന്റ് അത് തന്നെയാണ്, ബിലീവ് ഇൻ യുവർ യുണീക്നെസ്. നമ്മൾ വളരെ യുണീക്കാണ്. ആ യുണീക്നെസ്സിനെ നമ്മൾ തിരിച്ചറിയുക. ഒരു മയിലിന് കാക്കയെ പോലെയല്ല മയിലിന് അതിൻ്റെതായ സൗന്ദര്യമുണ്ട്. പക്ഷെ മയിലിന് പരുന്തിനെ പോലെ ഉയരങ്ങളിൽ പറക്കാൻ കഴിയില്ല. അപ്പൊ എല്ലാത്തിനും നമ്മുടെ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ കഴിവുകളുണ്ട്. നമുക്ക് സ്റ്റോറി നമ്പർ 2 ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു സ്റ്റോറി കൂടി പറയാം. ഇത് ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ മധു ഭാസ്കർ സാറിന്റെ വീഡിയോയിൽ കേട്ട ഒരു കഥയാണ്. അതായത് ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി, ഈ എഞ്ചിനീയറിംഗ് ഒക്കെ പാസ്സായിട്ട് 2-3 വർഷമായി. പുള്ളിക്ക് ജോലിയൊന്നും കിട്ടിയിട്ടില്ല. പുള്ളിക്കും ഇതേപോലെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. പുള്ളിയും മറ്റുള്ളവരുമായി നമ്മളെ താരതമ്യം ചെയ്തുകൊണ്ട് പുള്ളി സാറിനെ കാണാൻ വന്നു. ശേഷം സാറിനോട് പറഞ്ഞു, 3 വർഷത്തോളമായി ഞാൻ എൻ്റെ ഡിഗ്രി പഠനമൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ജോലിയൊന്നും ആയിട്ടില്ല. എനിക്കറിയാം എനിക്ക് അത്ര കഴിവുള്ള ആളൊന്നുമല്ല. എൻ്റെ ചേച്ചിയും ചേട്ടനൊക്കെ മിടുക്കന്മാരാണ്, അവര് നല്ല ജോലിയിലൊക്കെയാണ്. എനിക്ക് ഇതൊരു ജോലിയൊന്നും ശരിയായിട്ടില്ല, ഞാനത്ര കഴിവ് ഉള്ള ആളല്ല. അപ്പോ സാർ ചോദിച്ചു, നീ എന്താണ് അങ്ങനെ പറയാൻ കാരണം? നിനക്ക് കഴിവുകളൊന്നുമില്ല, മറ്റുള്ളവരെക്കാൾ കഴിവുകൾ കുറവാണെന്ന് നീ എങ്ങനെയാ തിരിച്ചറിഞ്ഞത്? അതെന്റെ ഫാമിലിയിൽ അങ്ങനെ പറയുന്നുണ്ട്, ഞാൻ കുറച്ച് പോക്കാണ്, ഞാനൊന്നുമല്ല, ഒന്നും ആയിട്ടില്ല. അപ്പോ സാർ പറഞ്ഞു, നമുക്ക് അത് വിടാം, നമുക്ക് ആ കാര്യം വിട്. നമ്മളിപ്പോ ഒരു യാത്ര പോവാണെന്ന് വിചാരിച്ചു. നമ്മള് ഒരു കാട്ടിലൂടെ ഇങ്ങനെ യാത്ര പോവാണ്. അപ്പോ കാട്ടിലൂടെ യാത്ര പോകുന്നതിന്റെ ഇടയിൽ നമ്മളോടൊപ്പം ഒരു ആനയും ഒരു കുരങ്ങനും നമ്മളോടൊപ്പം കൂടി യാത്രയിൽ. അപ്പോ കുറെ ദൂരം നമ്മൾ മുന്നോട്ട് പോയി. അപ്പോ വലിയൊരു മരം കണ്ടു. ആ മരത്തിന്റെ മുകളിൽ നല്ല പഴുത്ത കുറെ മാമ്പഴം. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ആ മാമ്പഴം കഴിക്കാൻ വല്ലാത്ത ആഗ്രഹം, ആരാണ് എന്നെ ഒന്ന് സഹായിക്കുക? അപ്പൊ ആരായിരിക്കും പെട്ടെന്ന് തന്നെ അത് പറിച്ചെടുക്കാൻ സഹായിച്ചിട്ടുണ്ടാവുക? എന്ന് പറയൂ. ഹലോ, ആ കുട്ടി പോയി പറിച്ചിട്ടുണ്ടാവും സാർ, മരത്തിൽ കയറിയിട്ട്. വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും?
ആ കുട്ടി ഷോർട്ട് കല്ലറിന് വീഴ്ത്തിയിട്ടുണ്ടാവും അങ്ങനെയാണോ? നമ്മളോടൊപ്പം കുരങ്ങനുണ്ട്, ആനയുണ്ട്. ഈ രണ്ടിൽ ആരെങ്കിലും ആണെന്ന് ഞാൻ ചോദിച്ചേ. ആനയും കുരങ്ങും കൂടെ ഉള്ളതാണ്. ആനയും കുരങ്ങും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ ആനപ്പുറത്ത് ആനയോട് കയറിയിട്ട് കുരങ്ങനോട് കൂടാൻ പറഞ്ഞത്. ആനപ്പുറത്ത് കയറിയിട്ട് പൊട്ടിക്കല്ല. ആനപ്പുറത്തല്ല, കുരങ്ങൻ നന്നായി മരം കയറൂലേ? ഹൈറ്റിലൊക്കെ കുരങ്ങന് ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അപ്പൊ കുരങ്ങനാണത് പിന്നെ പെട്ടെന്ന് പറിച്ചു കൊടുത്തത്. നല്ല ഹൈറ്റ് ഉണ്ട്, വലിയ മരമാണ്. ആന പിടിച്ച് കുലുക്കാനൊന്നും ഒന്നുമില്ല. അപ്പോ കുരങ്ങനാണത് പെട്ടെന്ന് പറിച്ചത്. അപ്പോ പിന്നെ ഈ കുട്ടിയോട് ചോദിച്ചു, ഇപ്പൊ ആരാണ് മിടുക്കൻ? അപ്പോ കുട്ടി പറഞ്ഞ് കുരങ്ങനാണ് തീർച്ചയായിട്ടും. അപ്പോ വീണ്ടും യാത്ര ഇങ്ങനെ തുടർന്നു. അപ്പൊ കുരങ്ങനാണ് മിടുക്കനെന്ന് പറഞ്ഞല്ലോ. കുറച്ചു ദൂരം പോയപ്പോ നമ്മൾ വഴിയൊക്കെ ആകെ ബ്ലോക്കായി കിടക്കാണ്. മരങ്ങളൊക്കെ ഇങ്ങനെ വീണ്, വഴിയിൽ വലിയ മരമൊക്കെ വീണ് ഇങ്ങനെ തടസ്സമുണ്ട്. അപ്പൊ രണ്ടുപേരോടും പറഞ്ഞു, നമ്മൾ വഴിയുടെ തടസ്സങ്ങളൊക്കെ നീക്കണം, നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അപ്പോ ആർക്കായിരിക്കും വഴിയിലെ തടസ്സങ്ങളൊക്കെ നീക്കാൻ കൂടുതൽ സഹായിക്കാൻ കഴിയുക? പെട്ടെന്ന് ആന. തീർച്ചയായിട്ടും ആന. വെരി ഗുഡ്, താങ്ക് യു. അപ്പോ ആനയ്ക്ക് വലിയ മരമൊന്നും പ്രശ്നമില്ലല്ലോ. ആന കൂളായിട്ട് മരം എല്ലാം എടുത്ത് മാറ്റി. അപ്പോ നമ്മളെ വിദ്യാർത്ഥിയോട് ചോദിച്ചു, ഇപ്പോ അതിലാരായിരിക്കും ഇപ്പൊ ആരാണ് മിടുക്കൻ? വിദ്യാർത്ഥി പറഞ്ഞു, ആനയാണ്. ആന അടിപൊളിയാണ്. ആനയ്ക്ക് ചെറിയ മരങ്ങളൊന്നും വലിയ മരങ്ങളൊന്നും ഒരു വിഷയമല്ല. കൂളായിട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. കുരങ്ങനേക്കാൾ ആന വളരെ ബെറ്റർ ആണ്. ആനയാണ് ശരിക്കും മിടുക്കൻ. അപ്പോൾ പറഞ്ഞു, നീ വാക്ക് മാറുകയാണ്. നീ നേരത്തെ പറഞ്ഞില്ലേ കുരങ്ങനാണെന്ന്, ഇപ്പൊ പറയുന്ന ആനയാണല്ലേ? നീ ഇങ്ങനെ വാക്ക് മാറുന്നല്ലേ? അപ്പൊ പറഞ്ഞു, അങ്ങനെയല്ല, അത് ഓരോന്നും ഓരോ വിഷയല്ലേ. ഒന്ന് മരത്തിൽ കയറുന്ന വിഷയമാണ്. അത് മരത്തിൽ കയറുന്ന വിഷയത്തിൽ കുരങ്ങനാണ് നമ്പർ 1. പക്ഷെ ആനയ്ക്ക് ഉള്ള കരുത്തൊന്നും കുരങ്ങനില്ല. അത് വേറെ രണ്ടും രണ്ട് വിഷയത്തിൽ ആണ്. അപ്പൊ അയാൾ പറഞ്ഞു, അതാണ് പോയിന്റ്. നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ കാര്യത്തിൽ സ്ട്രെങ്ത് ഉണ്ട്. അത് നമ്മൾ തിരിച്ചറിയുക. എന്നിട്ട് ആ സ്ട്രെങ്ത്തിലൂടെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോവുക. അല്ല താരതമ്യം ചെയ്തോ നമ്മളെപ്പോഴും താഴോട്ടേക്ക് മാത്രമേ പോവുള്ളൂ. നമ്മൾ താരതമ്യം ചെയ്യാതെ നമ്മുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ യുണീക്ക്നെസ്സിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഫസ്റ്റ് പോയിന്റ് എന്താണ് നമ്മൾ പറഞ്ഞത്? ബിലീവ് ഇൻ യുവർ യുണീക്ക്നെസ്. ഓക്കെ. സെക്കൻഡ് പോയിന്റ് തിങ്ക് ഡിഫറെന്റ്ലി എന്നുള്ളതാണ്. നമ്മൾ വ്യത്യസ്തമായി ചിന്തിക്കുക, അല്ലേ? നമുക്ക് ആപ്പിളിന്റെ ഫൗണ്ടർ ആരാണ്? ആപ്പിളിന്റെ മുതലാളി ആരാണ്? ആപ്പിൾ കമ്പനിയുടെ സ്റ്റീവ് ജോബ്സ്, അല്ലേ? അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം തന്നെ ഇതാണ്, എന്ത്? തിങ്ക് ഡിഫറെന്റ്. അതാണ് അവരുടെ വിജയവും. വ്യത്യസ്തമായി കാര്യങ്ങളെ നോക്കിക്കണ്ടുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും നമുക്കും ചെയ്യാൻ പറ്റൂല. നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയത്തിലും ചെറിയൊരു വ്യത്യസ്തതയെങ്കിലും നമുക്ക് പുലർത്താൻ തീർച്ചയായിട്ടും കഴിയും. അപ്പൊ അത് നമ്മൾ നല്ല രീതിയിൽ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ സാധ്യതകൾ നമുക്കുണ്ട്. ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കച്ചവടം ഒന്ന് മാറ്റി അതിന്റെ സ്റ്റൈലൊന്ന് മാറ്റിയാൽ അതിലെന്തൊക്കെ മാറ്റങ്ങൾ എനിക്ക് വരുത്താൻ കഴിയും. ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി, ആ ജോലിയിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തിയാൽ എനിക്കൊന്ന് ബോസിനെ ഇംപ്രസ് ചെയ്യാൻ കഴിയും. ഒരു പ്രൊമോഷനൊക്കെ കിട്ടാനുള്ള സാധ്യതകൾ എൻ്റെ മുന്നിൽ എന്തൊക്കെയാണ്? എൻ്റെ ജോലി ഒന്ന് മാറാൻ വേണ്ടിയിട്ട്, എനിക്കൊരു മാറ്റം കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പുതിയ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ സാധിക്കും?
ഈ കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത്, അല്ലേ? ഐൻസ്റ്റീൻ പറഞ്ഞിരിക്കുന്നത് ഇമാജിനേഷൻ ആണ് നമ്മളെ നോളജിനേക്കാളും ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞത്. നമ്മൾ ഇമാജിൻ ചെയ്യുന്നതാണ് നമ്മൾ നോളജിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് എന്ന് ഐൻസ്റ്റീൻ പറഞ്ഞിരിക്കും. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് തിങ്ക് ഡിഫറെന്റ് എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ചെറിയൊരു സ്റ്റോറിയും കൂടി പറയാം. നമ്മൾ ഒരു വഴിയിൽ ഒരു ഗ്രാമത്തിൽ ഒരു വഴിയിൽ വലിയൊരു പാറക്കല്ലുണ്ടായിരുന്നു. ആ പാറക്കല്ല് കാരണം യാത്ര ചെയ്യുന്നതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഒരു കുട്ടി ഇത് കണ്ടതും കുട്ടിക്ക് ഇതെങ്ങനെയെങ്കിലും വലിയ പാറക്കല്ല് ഇതെങ്ങനെയെങ്കിലും മാറ്റണമെന്ന് ശക്തമായ ആഗ്രഹം. കാരണം എല്ലാവരും ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കുട്ടി കാണുന്നുണ്ട്. വഴിയിലൂടെ പോകുമ്പോഴെല്ലാം ബുദ്ധിമുട്ടാണ്. കുട്ടി ഒരുപാട് ചിന്തിച്ച് അതിനെപ്പറ്റി ഒരുപാട് ആൾക്കാരോട് ചർച്ച ചെയ്ത് എങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ആ പാറക്കല്ല് അവിടെ നിന്ന് പൊട്ടിച്ച് മാറ്റി. പാറക്കല്ല് അവസാന മിനുക്ക് പണിക്ക് ഇടയിൽ ആ പാറക്കല്ല് മാറ്റിയപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു ചെറിയ ബോക്സിൽ നോക്കുമ്പോൾ സ്വർണ്ണതാണ്. അതിൽ എഴുതിയിട്ടുണ്ട് എന്ത്? കഠിനാധ്വാനത്തിന്റെ വില. അപ്പോ ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും വ്യത്യസ്തമായി ചിന്തിക്കുക എന്നുള്ളതാണ്. അത് മറ്റുള്ളവർ ഇമ്പോസിബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ ചിന്തിക്കുക? അതിനെന്താണ് ഒരു വഴി? അത് പോസിബിൾ ആക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ വഴികൾ തെളിയും, അല്ലേ? നമ്മൾ ശക്തമായ ഒരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ലോകം നമുക്ക് വേണ്ടി അത് നേടിത്തരാൻ വേണ്ടി ഒരു ഗൂഢാലോചന തന്നെ നടത്തുന്നതാണ്. ലോകം അത് നമുക്ക് നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാവും. നമ്മൾ കുറെ കാര്യങ്ങൾ ശക്തമായി ആഗ്രഹിക്കുമ്പോൾ അത് നേടിത്തരാൻ വേണ്ടിയിട്ട് ലോകം ഭയങ്കര ഗൂഢാലോചന തന്നെ അതിൽ നടത്തും. എവിടെ നിന്നല്ലോ കാര്യങ്ങൾ ശരിയായി വരും. നമ്മൾ കുറെ കാര്യങ്ങൾ ആഗ്രഹിക്കും, അത് എങ്ങനെയൊക്കെയോ ശരിയായി വരുന്നു. അത്ഭുതങ്ങൾ. അതങ്ങനെയാണ്. അതൊരു ഗൂഢാലോചന തന്നെ നടത്തുമെന്നുള്ളതാണ്. അപ്പോ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഡെയർ ടു ആക്ട് വെൻ അതേഴ്സ് ഡോണ്ട് എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവർ പേടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ മറ്റുള്ളവർ മടിച്ചുകൊണ്ട് നിൽക്കുന്ന കാര്യത്തിൽ നമ്മൾ ആക്ഷനിലേക്ക് വരിക. നമ്മൾ മറ്റുള്ളവർ പേടിച്ചുകൊണ്ട് മാറി നിൽക്കുമ്പോൾ അതിലേക്ക് നമ്മൾ ഇത് ശരിയാവില്ല, ഇത് റിസ്ക് ആണെന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാതെ നമ്മൾ ധൈര്യത്തോടുകൂടി ഏറ്റെടുക്കുക. റിസ്ക് എടുക്കുന്നവർക്ക് കുറച്ചൊക്കെ വിജയം ഉണ്ടാവും ലൈഫിൽ. റിസ്ക് എടുക്കണം. റിസ്ക് എന്ന് പറയുമ്പോൾ നമുക്കതൊരു കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന റിസ്ക്, അല്ലാതെ ഒരു ഗാംബ്ലിങ് അല്ല നമ്മുടെ ലൈഫിൽ. അപ്പൊ അതില് ഒരു പക്ഷി ഇങ്ങനെ മഴയത്ത് ഭയങ്കര മഴ തുടങ്ങിയപ്പോൾ ഒരുപാട് പക്ഷികൾ മരത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോ ഇങ്ങനെ മരത്തിൽ എല്ലാവരും കൂട്ടത്തോടെ ഇരിക്കുമ്പോൾ മഴ പെയ്തപ്പോൾ മറ്റു പക്ഷികളെല്ലാം തന്നെ കൂട്ടിലേക്ക് പോയി. അപ്പൊ ഒരു പക്ഷി സ്ട്രോങ് ആയിട്ട് ചിറകൊക്കെ ഇങ്ങനെ വിടർത്തി ഇങ്ങനെ കൊമ്പിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ മറ്റു പക്ഷികളൊക്കെ ചോദിച്ചു, എന്താണ് നിനക്ക് പറ്റിയ? മഴ പെയ്യുന്ന കണ്ടൂടെ? കൂട്ടിലേക്ക് വന്നൂടെ? അപ്പോ ആ പക്ഷി പറഞ്ഞു, ഞാൻ ഈ മഴ ഇങ്ങനെ ആഘോഷിക്കുകയാണ്, എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ചിറകുകൾക്ക് എത്ര ശക്തി ഉണ്ടെന്ന് ഈ മഴ അങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ഞാൻ പരിശോധിക്കുകയാണ്. അപ്പോ ഇതാണ് മൈൻഡ് സെറ്റ്. ആ പക്ഷി അതിനെ വേറൊരു രീതിയിൽ നോക്കി കണ്ടു. അപ്പൊ നമ്മളും അങ്ങനെ ഓരോ കാര്യങ്ങൾ
വ്യത്യസ്ത രീതിയിൽ നോക്കിക്കാണുക എന്നുള്ളതാണ്. നമ്മൾ സമയം ഏകദേശം ആയി തോന്നുന്നു അല്ലേ? നമുക്കറിയാം. അപ്പോ നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോവാം. കീപ് ഇംപ്രൂവിങ് ആൻഡ് ഇന്നോവേറ്റിംഗ് എന്നുള്ളതാണ്. നമ്മള് ഹലോ, ആരും സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? സാർ ഓക്കെ പറഞ്ഞോളൂ. ഓക്കെ, നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് കീപ് ഇംപ്രൂവിങ് ആൻഡ് ഇന്നോവേറ്റിംഗ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഓരോ നിമിഷവും നമ്മളെ സ്വയം ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ദിവസം ഒരു ചെറിയ കാര്യങ്ങളെങ്കിലും പുതിയത് പഠിക്കുക, പുതിയൊരു കാര്യങ്ങൾ എങ്കിലും പഠിക്കുക. നമ്മൾ നമ്മളെ തന്നെ നവീകരിച്ചുകൊണ്ടിരിക്കുക. പുതിയതായിട്ട് ഇങ്ങനെ പല വ്യത്യസ്തമായി ചിന്തിക്കുക. നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വ്യത്യസ്തരാവാൻ കഴിയും. നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ബാംബു മരത്തിന്റെ ഒരു കഥ? അതും വളരെ പെട്ടെന്ന് പറയാം. ഈ ബാംബു ഒരാള് ഒരു കർഷക കുടുംബത്തിലായിരുന്നു. അപ്പൊ ഈ കർഷകനായ ഇയാൾ കുടുംബം വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ്. എങ്ങനെയെങ്കിലും കുടുംബത്തെ രക്ഷപ്പെടുത്തണം എന്നുള്ളൊരു ചിന്ത ഇയാൾക്കുണ്ട്. അപ്പൊ ഇയാള് ബാംബു ഫാം തുടങ്ങാന്ന് വിചാരിച്ചു. അപ്പോ ഇയാൾ കുറെ ബാംബു മരങ്ങൾ നട്ടു. അയാള് ദിവസവും ഇതിന് വളവും എല്ലാം കൊടുക്കും. പക്ഷെ ഈ ബാംബു മരം മുളയ്ക്കുന്നില്ല. അതിന്റെ വളമൊക്കെ കൃത്യമായിട്ട് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ കാലങ്ങൾ പോയി. എല്ലാവരും ഇയാളെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ഇയാളെ വൈഫ് പോലും കുറ്റപ്പെടുത്താൻ തുടങ്ങി. നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്, നിങ്ങൾ നമ്മുടെ കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ കാണുന്നില്ല, എന്നിട്ടും നിങ്ങളിങ്ങനെ പാടത്തെല്ലാം ഈ ബാംബു നട്ട് അത് മുളക്കും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? നിങ്ങൾ എന്ത് കളിയാണ് കളിക്കുന്നത്? പക്ഷെ ഇയാള് പിന്മാറാൻ തയ്യാറില്ലായിരുന്നു. അവസാനം 5 വർഷത്തോളം അയാൾ ഇങ്ങനെ അതിനെ പരിപാലിച്ചുകൊണ്ടിരുന്നു. 5-ാമത്തെ വർഷം പെട്ടെന്ന് ബാംബു മരം മുള പൊട്ടി. അയാൾ ഭയങ്കര ഹാപ്പിയായി. അതിന് വീണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നീടുള്ള 6 ആഴ്ചയിൽ ഈ ബാംബു മരം 90 അടി വലുതായി. അപ്പൊ അവിടങ്ങളൊക്കെ വലിയ ഫാമായി മാറി. എല്ലാവരും അത്ഭുതപ്പെട്ടു. അപ്പൊ അതേപോലെയാണ് ഈ ബാംബു മരം പോലെയാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളിങ്ങനെ പെട്ടെന്ന് ഒരു മരം ഇങ്ങനെ വലുതായി പൊട്ടിമുളച്ച് വരൂലല്ലോ. ആ മരം ഇങ്ങനെ പെട്ടെന്ന് അതിന് വെള്ളവും വളവും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു നാൾ ഒരു വൻമരമായി മാറും. അല്ലെ, നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? വൻമരങ്ങളെല്ലാം തന്നെ ഇങ്ങനെ വെള്ളവും വളവും ഒന്നും കൊടുത്ത് വളർത്തുന്നതല്ല, അത് പിന്നെ സ്വയം വലിച്ചെടുക്കും കാര്യങ്ങളെല്ലാം. അതേപോലെ വൻമരങ്ങളായി വളരാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. നമ്മള് ഒരു വിളക്ക് മറ്റൊരു വിളക്കിനെ വെളിച്ചം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വിളക്കിന്റെ വെളിച്ചം ഒട്ടും കുറയില്ല. അതും കൂടെ കത്തും, മറ്റു വിളക്കും കൂടെ കത്തും. അപ്പൊ നമ്മൾ ഓരോരുത്തരും വിളക്കുകളാണ്. അങ്ങനെ വിളക്കുകളായി മാറിക്കൊണ്ട് നമ്മൾ ഓരോരുത്തർക്കും വെളിച്ചം പകർന്നുകൊണ്ട് നമ്മൾ തെളിയുന്നതോടൊപ്പം തന്നെ നമ്മുടെ കൂടെയുള്ളവർക്കും വെളിച്ചം പകർന്നുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഇന്ന് എന്നെ ഇത്ര നേരം ശ്രവിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. കാരണം അതിരാവിലെ വന്ന് ഇങ്ങനെ ക്ലാസ്സുകളൊക്കെ കേൾക്കുക, ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വലിയ കാര്യമാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ഒരുപാട് ക്ലാസ്സുകൾ കേൾക്കുന്നവരൊപ്പം തന്നെ അവർ ഓരോരുത്തരെയും എടുക്കുന്നവരൊക്കെ വളരെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും കമന്റുകളൊക്കെ കിട്ടുമ്പോൾ വളരെ സന്തോഷമാണ് അല്ലെ? അങ്ങനെ നമ്മൾ പരസ്പരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വ്യത്യസ്ത വിഷയങ്ങളുമായി ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. നമ്മളെ
ഇങ്ങനെ ഒരു അവസരം നൽകിയ വിംബിളിന്റെ ഫൈസൽ സാർ ഇതിനെ വളരെ സ്ട്രോങ് ആയി ശക്തമായി മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ സജ്ന മാം, ഇതിന്റെ അണിയറ പ്രവർത്തകർ എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. അപ്പം ഇതിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനും പറയാനും അഭിപ്രായങ്ങൾ അറിയിക്കാനൊക്കെ ഉള്ളവർക്ക് അറിയിക്കാം. എല്ലാവരും മുന്നോട്ട് വരിക. താങ്ക് യു ഓൾ. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ സാറേ. താങ്ക് യു. പിന്നെ സാറിന്റെ ഡെഡിക്കേഷനും ഇത്രയും ലേറ്റ് ആയിട്ട് ഉറങ്ങിയിട്ടും കറക്റ്റ് എഴുന്നേറ്റ് വന്ന് ക്ലാസ് എടുത്തതിന് സ്പെഷ്യൽ താങ്ക് യു. താങ്ക് യു സോ മച്ച്. സാർ ഒരു സ്റ്റോറി ഫാക്ടറി ആണല്ലോ. സ്റ്റോറി എപ്പോഴും നല്ലല്ലേ, നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് വരുമല്ലോ അല്ലേ. അതെ അതെ, സ്റ്റോറി കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. വിഷയം നല്ല നമ്മള് class ആയിരുന്നു. ഇന്നത്തെ വിഷയം നമ്മള് ഷെയർ ചെയ്ത് തന്നൊക്കെ നമ്മുടെ സജ്ന മാം ആണ് കേട്ടോ. ഒരുപാട് വിഷയങ്ങള് എനിക്ക് ഷെയർ ചെയ്ത് തന്നു. അതിന് ശേഷമാണ് ഞാൻ സെലക്ട് ചെയ്തത്. താങ്ക് യു അതിന്. എന്തായാലും സാർ ഇത്രയും നേരം ഉറങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ഒരു വിഷമായി. അതൊന്നും ഒരു പ്രശ്നമില്ല. താല്പര്യം ഉള്ളതുകൊണ്ടാണല്ലോ നമ്മള് അതെ അതെ, ക്ലാസ് എടുക്കാന്നുള്ള ആഗ്രഹം. അതെ, പലപ്പോഴും ഈ അബ്രോഡിലുള്ളവരോടൊക്കെ നമ്മൾ ക്ലാസ് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോ അവര് കുറെ പേരൊക്കെ എന്റെ അടുത്ത് പറയാറുണ്ട്, ഈ അവിടെ 4 മണി, ഇവിടത്തെ ക്ലാസ്സിന്റെ ടൈം അവിടെ 4 മണി, അപ്പൊ അത് എന്തായാലും ഒരു മണിക്കൂർ അരമണിക്കൂർ മുമ്പെങ്കിലും എഴുന്നേക്കണ്ടേ, അപ്പൊ പറ്റൂല എന്ന് പലരും പറയാറുണ്ട് കേട്ടോ. പക്ഷെ ഫൈസൽ ബാച്ചിലർ സാറൊക്കെ റൂമിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ക്ലാസ് എടുക്കാനുള്ള ഒരു പിന്നെ കണ്ടീഷനും ഉണ്ടാവില്ലല്ലോ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉറങ്ങായിരിക്കും, അപ്പൊ നല്ല അടിയായിരിക്കും കിട്ടുക. അതെ അതെ, ഫൈസൽ സാർ അതുപോലെ ഫവാസ് സാറൊക്കെ സ്ഥിരമായിട്ട് ക്ലാസ്സിൽ വരുന്നതാണ് ആ ഒരു ടൈമിൽ. ഞാൻ സ്ഥിരമായിട്ട് എനിക്ക് പങ്കെടുക്കാൻ കഴിയാറില്ല, എന്നാലും റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ട് മാക്സിമം. അതാണ് യുണീക്നെസ്, മറ്റുള്ളവർ ചെയ്യാൻ മടിക്കുന്നത് ചെയ്യുന്നതിലെ. നമ്മളെ റൗസറൊക്കെ സ്ഥിരമായിട്ട് എപ്പോഴും. എനിക്ക് കുഴപ്പമില്ല. അതെ, നമുക്ക് അമേരിക്കയിലാണ് അല്ലെ, ചില ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോ അല്ലെ. റൗസർ കാലിഫോർണിയയിലാണ് അല്ലെ. അതെ അതെ, കാലിഫോർണിയയിൽ നിന്നും. മാഷാ അല്ലാ. നമ്മൾ അൻസാർ സാർ എന്താ പറയുന്നു? യാത്രയിലാണ്. യാത്രയിലല്ല, വീട്ടിലാണ്. ആ, ആ, റേഞ്ച് കുറവാണ് ഇവിടെ. നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. എനിക്ക് വന്നേ മുമ്പ് വായിച്ചിരുന്ന ഒരുപാട് കഥകളുണ്ടല്ലോ, നമ്മള് ബാലരമയിലും ബാലരൂമിലൊക്കെ വായിച്ചിരുന്ന ഒരുപാട് കഥകൾ എല്ലാം മോട്ടിവേഷനിലേക്ക് അങ്ങോട്ട് എടുത്തേക്കാണ് അല്ലേ. നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. താങ്ക് യു. സൂപ്പർ ആയിരുന്നു. ഇന്നലെ വൈകിട്ട് സജ്ന മാം പറയുന്നുണ്ടായിരുന്നു ക്ലാസ് എടുക്കേണ്ട ആളെ ടോപ്പിക് നോക്കണ്ട്, പക്ഷെ ഇന്നിപ്പോ ക്ലാസ് കേട്ടപ്പോ അങ്ങനെ തോന്നിയില്ല. നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. താങ്ക് യു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാസ് നീണ്ടു വന്നുകൊണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇന്ന് സൺഡേ ആയതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.
ഫവാസ് സർ സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ നല്ല നമുക്ക് മൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. അതിന്റെ പേരല്ലേ സർ? നല്ല Okay. ക്ലാസ് ആയിരുന്നു. റൂമിൽ നിന്ന് പിന്നെ മൈക്ക് ഓൺ ആക്കണ്ട. താങ്ക് യു. അതിന്റെ പേരല്ലേ സർ? എല്ലാരും ഫീഡ്ബാക്ക് ഓക്കെ ഗ്രൂപ്പിൽ. ഓക്കെ 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 താങ്ക് യു സോ മച്ച്. Thank you so much.